ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിലുള്ള പെറ്റ്സിനെ നമ്മളൊക്കെ ചിലപ്പം ഒറ്റയ്ക്കൊക്കെ ഇട്ടിട്ട് പോകേണ്ടതായിട്ടുള്ള അവസരങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പം പെറ്റ്സിനുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ സെപ്പറേഷൻ ആങ്സൈറ്റി എന്ന് പറയുന്നത്. അതായത് ഒറ്റയ്ക്ക് കിടക്കുമ്പോഴത്തേക്ക് ഇവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ. അപ്പം ഈ സെപ്പറേഷൻ ആങ്സൈറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ഡോഗ്സും പലതരത്തിൽ അവർ പ്രതികരിക്കും. അതായത് ഇപ്പം എന്തെങ്കിലും ഫർണിച്ചർ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ കടിച്ചു പറിക്കുക, അതല്ലെങ്കിൽ നമ്മുടെ ബെഡ് അതിൽ കൊണ്ട് പീ ചെയ്ത് വയ്ക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സെപ്പറേഷൻ ആങ്സൈറ്റിയുടെ കാര്യമായിട്ട് അവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഡോഗ്സിനെയൊക്കെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് അവർക്ക് കൊടുക്കാവുന്ന, അവർക്ക് എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൊടുക്കാവുന്ന കാര്യങ്ങളാണ് ഈ ടോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ടോയ്, കോങ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വോബ്ലർ എന്ന് പറയുന്ന ടോയ് ആണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോയ്ക്കകത്ത് നമുക്ക് ഇവരുടെ തന്നെ കിബിൾസ്, ഫുഡ് നമുക്ക് ഇതിലൊക്കെ ഫില്ല് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഡോഗ്സ് ഈ ടോയ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ കിബിളായിട്ട് ഇതിൽ പുറത്ത് വരും. അപ്പോൾ അത് അവർ കഴിക്കും, വീണ്ടും വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ കുറേ അധികം സമയം അവർ ഈ ടോയ്സിൻ്റെ പുറത്ത് സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഈ ടോയ്സ് എടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള സൈസ്. ഇപ്പോൾ ഡോഗ്സ് ഒരു വലിയ ലാർജ് ബ്രീഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ലാർജ് ആയിട്ടുള്ള ഓപ്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ സ്മോൾ ബ്രീഡിനാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ഓപ്ഷൻസ് ബ്രീഡ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പം ഈ പ്രൊഡക്റ്റ് നമ്മുടെ റോംസൺറാക്സിൻ്റെ മൊബൈൽ ആപ്പിൽ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ മൊബൈൽ ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ സാധനം ഡെലിവറി ചെയ്ത് കിട്ടും.